നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന്റെ 4ാമത്തെ ചോദ്യമാണ്. അപ്പൊ ഈ 4ാമത്തെ ചോദ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ 1956 ശേഷമുള്ള സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. സോ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ്. അപ്പൊ നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പം ഈ കേരള ഹിസ്റ്ററി ശ്രീധരമേനോന്റെ ടെക്സ്റ്റ് ബുക്കും കൂടെ ഒന്ന് റെഫർ ചെയ്ത് പോകുന്നതായിരിക്കും. എക്സ്ട്രാ ഫാക്ട്സ് ഞാൻ പറയാം. പിന്നെ ആരൊക്കെയാണ് മന്ത്രിമാരുടെ വകുപ്പാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അപ്പൊ അതും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോ നിർത്താം. ശ്രദ്ധിച്ചേ, സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അതായത് കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയില് ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. 2, PK ചാത്തൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. 3, KR ഗൗരിയമ്മ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. 4, KP ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. 4 സ്റ്റേറ്റ്മെന്റില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട്, കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി മാർച്ച് മാസമാണ്. എന്താണ്? ഫെബ്രുവരി മാർച്ച് മാസം. ഇനി ഡേറ്റ് നിങ്ങളോട് കൃത്യമായിട്ട് ചോദിക്കുവാണെങ്കിൽ ഫെബ്രുവരി മാസം 28-നും മാർച്ച് മാസം 11-നും ഇടയ്ക്ക്, ഞാൻ പെൻ എടുത്തില്ല അതുകൊണ്ടാണ്, മാർച്ച് മാസം 11-നും ഇടയ്ക്കാണ് കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11, 1957 കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ വോട്ട് നടക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ പിന്തുണയുള്ള ഏതാനും സ്വതന്ത്രന്മാരും നിയമസഭയിലെ 126 സീറ്റുകളിൽ 65 നേടി. അപ്പൊ ഇവിടെ നിന്ന് വരുന്നൊരു ചോദ്യമാണ്, ആകെ എത്ര സീറ്റ് ഉണ്ടായിരുന്നു? ഒന്നാം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 126 സീറ്റാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ പിന്തുണയുള്ള ഏതാനും സ്വതന്ത്രന്മാർ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നത്. അപ്പൊ CPM ആണ് ജയിച്ചതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. CPM എന്ന് ഞാൻ പറയുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ 126 എണ്ണത്തിൽ 65 അവർ നേടുകയും, അങ്ങനെ 1957 ഡേറ്റ് നോക്കുക, ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഈ ഒന്നാം മന്ത്രിസഭ നിലവിൽ വരുന്നത്. അപ്പം കേരളത്തിലെ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1-നാണ്. ഓക്കെ, കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത്, നിയമസഭ നിലവിൽ വന്നത് ഏപ്രിൽ 1-നും, എന്നാൽ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5-നുമാണ്. തെറ്റിക്കരുത്, കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വരുന്നത് ഏപ്രിൽ 1, 1957-ലും, എന്നാൽ കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5-നുമാണ്. അപ്പൊ ഇനി അത് തെറ്റിക്കരുത്. ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് മുഖ്യമന്ത്രിയായത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചില നിയമനിർമ്മാണ നടപടികളും നയങ്ങളും ചില വൃത്തങ്ങളിൽ എതിർപ്പുളവാക്കുകയും അത് 1959 മന്ത്രിസഭ പതിക്കാൻ കാരണമായി. അപ്പൊ ഇവിടെ അടുത്ത പോയിന്റും വന്നു, ഈ മന്ത്രിസഭ പതിക്കാൻ കാരണമായ വർഷം 1959. അപ്പൊ ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ ആയിരുന്നു. അതുപോലെ 126 സീറ്റുകളാണ് ഉണ്ടായത്. ഒരു എക്സ്ട്രാ ഫാക്ട്, ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 114 ആയിരുന്നു. എത്രയാണ്? 114 മണ്ഡലങ്ങളിൽ 126 ആകെ സീറ്റ് ഉണ്ടായിരുന്നത്. അതുപോലെ ഒരെണ്ണം ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 127 അംഗങ്ങളാണ് ടോട്ടലായിട്ട് നിയമസഭ കൂടിയപ്പോൾ ഉണ്ടായിരുന്നത്. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അടുത്ത പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? EMSന്റെ നേതൃത്വത്തിലാണ് മന്ത്രിസഭ നിലവിൽ വന്നത്. ഇതിനകത്ത് നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1-ാം തീയതിയും മന്ത്രിസഭ നിലവിൽ വരുന്നത് 1957 ഏപ്രിൽ 5-ാം തീയതിയുമാണ്. ഇതിനകത്ത് സംശയമൊന്നും ഇല്ലല്ലോ. പിന്നീട് ഈ ഒരു മന്ത്രിസഭ നിലം പതിക്കുന്നത് 1959-ലാണ്. ഓക്കെ, അപ്പൊ വിമോചന സമരം കാരണമാണ് ഈ ഒരു മന്ത്രിസഭ ഇല്ലാതെയാവുന്നത്. ഇതിനകത്ത് ഒന്നാമത്തെ പോയിന്റിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാം കേരള മന്ത്രിസഭയിൽ ടോട്ടൽ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു?
11 മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര പേരുണ്ടായിരുന്നു? 11 മന്ത്രിമാര്. ഇവരുടെ ഓരോരുത്തരുടെയും വകുപ്പുകൾ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളൂ. EMS നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി. ഓക്കെ, EMS ആയിരുന്നു മുഖ്യമന്ത്രി. സി അച്യുതമേനോൻ സാമ്പത്തികം, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത് സി അച്യുതമേനോൻ ആണ്. TV തോമസ് ആണ് ഗതാഗതം, തൊഴില്. അപ്പം മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, സാമ്പത്തികം കൈകാര്യം ചെയ്തിരുന്നത് സി അച്യുതമേനോൻ, ഗതാഗതവും തൊഴിലും കൈകാര്യം ചെയ്യുന്നത് TV തോമസ്. KC ജോർജ് ആണ് ഭക്ഷ്യം വനം വകുപ്പ്, ഭക്ഷ്യ വനവകുപ്പ് KC ജോർജും. KP ഗോപാലനാണ് വ്യവസായം. TA മജീദ് പൊതുമരാമത്തും. PK ചാത്തൻ മാസ്റ്റർ സ്വയംഭരണവും. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസവും സഹകരണവും. KR ഗൗരിയമ്മ എക്സൈസ് ആൻഡ് റവന്യൂ. VR കൃഷ്ണയ്യർ നിയമം വിദ്യുച്ഛതി. AR മേനോൻ ആരോഗ്യം. ഇങ്ങനെ 11 മന്ത്രിമാരാണ് ഒന്നാം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ എല്ലാവരുടെയും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സോ ഓപ്ഷൻ എ ശരിയാണ്. PK ചാത്തൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. PK ചാത്തൻ സ്വയം ഭരണമാണ്, വ്യവസായ വകുപ്പ് അല്ല. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 തെറ്റാണ്. KR ഗൗരിയമ്മ എന്ത് തന്നെയാണ്? റവന്യൂ എക്സൈസും. ഇനി എക്സൈസ് ചോദിക്കുവാണെങ്കിലും എഴുതാം, എക്സൈസും KR ഗൗരിയമ്മ തന്നെയായിരുന്നു. KP ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. KP ഗോപാലന്റെ വകുപ്പ് ഏതായിരുന്നു? വ്യവസായമാണ്. അപ്പൊ വ്യവസായം KP ഗോപാലൻ, റവന്യൂ എക്സൈസ് KR ഗൗരി. അതുപോലെ ചാത്തൻ മാസ്റ്ററിൻ്റെത് സ്വയംഭരണമായിരുന്നു. അതുപോലെ നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണമായിരുന്നു. നിയമം കൈകാര്യം ചെയ്തിരുന്നതും വിദ്യുച്ഛക്തി കറണ്ടും ഒക്കെ VR കൃഷ്ണയ്യരും. AR മേനോനാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി. AR മേനോൻ ആരോഗ്യ വകുപ്പ് മന്ത്രി. സാമ്പത്തികം നോക്കി വയ്ക്കുക, സി അച്യുതമേനോനായിരുന്നു. അപ്പൊ ഇത്രയിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്? ഗൗരി അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ജോസഫ് മുണ്ടശ്ശേരിയും ശരിയാണ്, 1ഉം 3ഉം ശരിയാണ്. സോ ഓപ്ഷൻ സി ആയിരുന്നു ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിനകത്ത് സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒന്നാം തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് നോക്കുന്ന സമയത്ത് ഈ വകുപ്പുകളോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു. ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്? PT ചാക്കോ. അതുകൂടെ പഠിച്ചു വെച്ചേക്കാം. PT ചാക്കോയാണ് പ്രതിപക്ഷ നേതാവ്. അറിയാവുന്നവരാണ് എല്ലാവരും, എങ്കിലും നിങ്ങൾ ഒന്നുകൂടെ നോക്കി വെച്ചേക്കാം. PT ചാക്കോ ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. അപ്പം ഇത്രയും പോയിന്റ് ആണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ വന്നത് ഏത് സംസ്ഥാനമാണ്? കേരളത്തിലാണ്. അതായത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നത് കേരളത്തിലാണ്. അതും എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ ഒന്നാം കേരള നിയമസഭയിൽ എത്ര വനിതകൾ ഉണ്ടെന്ന് ചോദിക്കാം. എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 6 പേര്. മന്ത്രിമാരിൽ എത്ര വനിതയുണ്ട്? ആകെ ഒരാൾ മാത്രം, KR ഗൗരി ആയിരുന്നു. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം ചോദിക്കുമ്പോൾ ഒരാളെ ഉള്ളൂ, KR ഗൗരിയമ്മ. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം ചോദിക്കുവാണെങ്കിൽ ടോട്ടൽ 6 വനിതാ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്തും സംശയമൊന്നുമില്ലല്ലോ, പഠിച്ചു വെക്കാം. ഇനി ഏറ്റവും ദൈർഘ്യമേറിയ ഒരു നിയമസഭ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് 1900 ഇവിടെ ഇപ്പൊ 59 ഇറങ്ങി. 1970 മുതൽ 77 വരെ ആയിരുന്നു ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞത് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ 80 മുതൽ 82 2 വർഷം ഇരുന്ന 6ാം നിയമസഭയായിരുന്നു ഏറ്റവും ദൈർഘ്യം കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി വെച്ചേക്കാം. പിന്നെ നമ്മളിപ്പോ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കിയായിട്ട് ഇത് നിലം പരിശാവാനായിട്ടുള്ള കാരണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. അതും കൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. 1989 മന്ത്രിസഭാ പതനത്തിനിടയാക്കിയ ഒരു വമ്പിച്ച പ്രക്ഷോഭണമായിട്ട് മാറി വിമോചന സമരം എന്നറിയപ്പെടുന്ന പ്രക്ഷോഭണമാണ് ഈ ഒരു മന്ത്രിസഭ ഇറങ്ങാൻ കാരണമായിട്ട് തീർന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത നേതാവ് ആരാ? NSSന്റെ നേതാവായ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജൂൺ 12-ാം തീയതി 1957 ജൂൺ 12-ാം തീയതി മുതലാണ് ഇത് ആരംഭിക്കുന്നത്. കോൺഗ്രസ്, PSP, RSP, മുസ്ലിം ലീഗ് തുടങ്ങിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികളെല്ലാം ഈ ഒരു വിമോചന സമരത്തിൽ പങ്കെടുത്തു. പ്രക്ഷോഭണം ഗുരുതരമായപ്പോൾ അങ്കമാലി, പുല്ലുവിള, വെട്ടുകാട്, ചെറിയതുറ എന്നിവിടങ്ങളിൽ പോലീസിന് വെടിവെക്കേണ്ടി വന്നു. വെടിവെപ്പിൽ ആകെ 15 പേര് മരിച്ചു. ജൂലൈ അവസാനത്തോടു കൂടി സംസ്ഥാന ഭരണം കാര്യത്തിൽ തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്? ജൂലൈ അവസാനത്തോടു കൂടിയിട്ട് ഭരണഘടന അനുശാസിക്കുന്ന വിധമുള്ള ഭരണ സമ്പ്രദായം കേരളത്തിൽ സ്തംഭിച്ചിരിക്കുന്നതായിട്ട് കേരള ഗവർണർ ആരെ അറിയിച്ചു? രാഷ്ട്രപതിയെ അറിയിക്കുകയും 1959 ജൂലൈ 31-ാം തീയതി ഇന്ത്യൻ ഭരണഘടനയുടെ 386-ാം വകുപ്പ് അനുസരിച്ച് കേരളത്തില് എന്ത് വന്നു? എമർജൻസി വന്നു. രാഷ്ട്രപതി ഭരണം ഏറ്റെടുത്തു.
അവിടെ വരെ പറഞ്ഞൊന്ന് നിർത്തണേ. 1957 പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം 57 ഏപ്രിൽ 5 മന്ത്രിസഭ നിലവിൽ വന്നു. ശേഷം വിമോചന പ്രക്ഷോഭണത്തിന്റെ ഫലമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും 1959 ജൂലൈ 31 ഇന്ത്യൻ ഭരണഘടനയിലെ 356 വകുപ്പ് അനുസരിച്ചിട്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ച് ഭരണം ആരേറ്റെടുത്തു? രാഷ്ട്രപതി ഏറ്റെടുത്തു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1960 ഫെബ്രുവരിയിലാണ് രണ്ടാം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി കോൺഗ്രസും PSP യും മുസ്ലിം ലീഗും ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കി. ആരൊക്കെ ചേർന്നിട്ടാണ്? കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ്. ഇങ്ങനെയുള്ള ത്രികക്ഷി സഖ്യത്തിന് 95 സീറ്റ് നേടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിന്തുണ നൽകിയവർക്ക് 29 സീറ്റുകൾ മാത്രമേ ആ പ്രാവശ്യം ലഭിച്ചുള്ളൂ. 1960 നടന്നത്. അങ്ങനെ ത്രികക്ഷി വിജയത്തെ തുടർന്ന് PSP നേതാവായ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് PSP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് 60 ഫെബ്രുവരി 20 പ്രസിഡന്റ് ഭരണം അവസാനിക്കുകയും പുതിയ സാഹചര്യത്തിൽ നിയമസഭയുടെ സ്പീക്കർ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകപ്പെടുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, പുതുതായിട്ട് കേട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.